നമുക്ക് ഹോട്ടലിൽ കിട്ടാറില്ലേ നല്ല മഞ്ഞ നിറമുള്ള മാങ്ങ ഇട്ട മീൻകറി. ഇന്ന് അതാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ജോബീസ് ടേസ്റ്റ് ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിവിടെ ഈ കറി വയ്ക്കാനായിട്ട് ഇഷ്ടമുള്ള മീൻ എടുക്കാം കേട്ടോ. ഏരി മീൻ എടുത്തിട്ടുണ്ട്, 1/2 കിലോ വേണം. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില അതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മാങ്ങ, ഒരു മാങ്ങ ഉണ്ട്. പിന്നെ തേങ്ങാപ്പാൽ 1ഉം 2ഉം പാലായിട്ട് എടുത്തിട്ടുണ്ട്. ഉള്ളിയും സവോളയും, ഉള്ളി കൂടുതൽ എടുത്തിട്ടുണ്ട്. സവോള ഒരു ചെറിയ സവോളയുടെ പകുതി എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർക്കാറുണ്ട്, ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മൺചട്ടിയാണ് എപ്പോഴും നല്ലത്. അതിനകത്തേക്ക് ഞാൻ ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഒരു 1/2 സ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉലുവ അത് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഇനി നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ആണ് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ ഞാൻ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ട് ഒരു 1.5 കപ്പ് എടുക്കണേ. നല്ലപോലെ തേങ്ങാപ്പാൽ 1ാം പാലും 2ാം പാലുമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 1ാം പാൽ മാറ്റി വയ്ക്കുക, 2ാം പാൽ കൂടുതലുണ്ട്, 1ാം പാൽ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഉലുവ പൊട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, നമുക്ക് ചേർത്ത് കൊടുക്കണം. ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. ഇഞ്ചി ചതച്ചെടുത്താലും മതി കേട്ടോ, അല്ലെങ്കിൽ ഈ പേസ്റ്റ് ഉള്ളെങ്കിൽ അത് ചേർത്താലും മതി. അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ആദ്യം ഇട്ട് കൊടുക്കാം. അത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ പച്ചമുളക് ഒരു 4 കൂടുതലും നമ്മൾ പച്ചമുളകാണ് ചേർക്കുന്നത്. മുളക് പൊടി വളരെ കുറച്ച് ചേർക്കുന്നുള്ളൂ. ഒരു 1/4 സ്പൂണൊക്കെ മതി കേട്ടോ. അപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറട്ടെ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കറിവേപ്പില കുറച്ചിട്ട് കൊടുക്കാം. കുറച്ച് നമ്മൾ ലാസ്റ്റ് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. തീ ഒത്തിരി വേണ്ട, തീ കുറച്ച് വെച്ചാൽ മതി. ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, ഒരു 10-15 ഉള്ളി ഉണ്ട് കേട്ടോ, ചുവന്നുള്ളി. അതൊന്ന് ആദ്യം, ഉള്ളിക്കാണല്ലോ കൂടുതൽ മൂപ്പതുകൊണ്ട് ആദ്യം ഉള്ളി ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഇനി പൊടിയായിട്ടാണ് സവോള അരിഞ്ഞിരിക്കുന്നത്. ഒരു ചെറിയ സവോളയുടെ പകുതിയുള്ളൂ കേട്ടോ. സവോള വളരെ കുറച്ച് ചേർക്കാവുള്ളൂ മീൻ കറിക്ക്. അധികം സവോള ചേർത്താൽ കറിയുടെ ടേസ്റ്റ് പോകും. അപ്പോൾ അത് ഒന്ന് അറിയാമല്ലോ, നമുക്ക് ഒത്തിരി ഒന്നും ചുമക്കണ്ട. എന്നാലും അതിൻ്റെ കുറച്ച് ഒന്ന് വേഗം വാടാൻ വേണ്ടി ഒരല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇത്ര ആയാൽ മതി കേട്ടോ ഉള്ളിയൊക്കെ. ഇനിയിപ്പോൾ നമുക്ക് പൊടികളാണ്. അതായത് 1 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ പറഞ്ഞല്ലോ 1/2 സ്പൂൺ മാത്രം മതി മുളക് പൊടി. അത് നോർമൽ മുളക് പൊടിയാണ് നല്ലത്. എനിക്കതില്ലാത്തതുകൊണ്ട് കാശ്മീരി ചേർത്തു. അപ്പോൾ കളർ ഇത്തിരി കൂടെ നമുക്ക് ഇച്ചിരി മഞ്ഞ കളറല്ലേ കിട്ടേണ്ടത്. ഇപ്പോൾ ഇത്തിരി കളർ കൂടി പോകും കേട്ടോ ഇതിൻ്റെ. നമ്മൾ സാധാരണ മറ്റേ മുളക് പൊടി ഇട്ടാൽ മതി. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ, എനിക്ക് മാങ്ങ കുറവാണ് കേട്ടോ, ഒരു ചെറിയ മാങ്ങ ഉണ്ടായിരുന്നുള്ളൂ, പുളി കുറവായിരിക്കും. ഞാൻ അതുകൊണ്ട് അതിൻ്റെ കൂടെ ഒരു ചെറിയ നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ മാങ്ങ നല്ലപോലെ വേകണം കേട്ടോ. മാങ്ങ നന്നായിട്ട് വെന്തൊന്ന് ഉടഞ്ഞു വരണം. അപ്പോൾ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്, നമ്മൾ രണ്ട് തരത്തിൽ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ടോ. ഇനിയിപ്പോൾ അങ്ങനെ ഇല്ലാത്തവർ ഒന്നായിട്ട് ചേർത്താലും മതി കേട്ടോ, നിർബന്ധമില്ല. ഇപ്പോൾ എല്ലാവർക്കും ഒന്നും തേങ്ങാപ്പാൽ ഫ്രഷ് കിട്ടിക്കണമെന്നില്ല, വാങ്ങുന്നതൊക്കെ ആയിരിക്കും. അങ്ങനെയാകുമ്പം അങ്ങനെ ചേർത്താലും മതി. ഇത് 2ാം പാൽ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ 2ാം പാലിൽ കിടന്നിട്ട് നമ്മുടെ ഈ മാങ്ങായും ബാക്കി ഉള്ള അരപ്പെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. തിളച്ച് ഒരു 5 മിനിറ്റ് ഇത് ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കണം. നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ടൊന്ന് അറിയിക്കണേ. നിങ്ങൾ ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ 5-8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മാങ്ങയൊക്കെ നല്ലപോലെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഉപ്പുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഉപ്പ് കുറവാണ്, നമുക്ക് വീണ്ടും അപ്പോൾ ഇനി ഞാൻ പറഞ്ഞല്ലോ പുളി കുറവാണ്. അതുകൊണ്ട് മാങ്ങ ഉണ്ടെങ്കിൽ നിങ്ങൾ 2 എടുത്തോ കേട്ടോ. 2 ചെറിയ മാങ്ങ, പച്ചമാങ്ങ ചേർത്താൽ പാകമായിരിക്കും. ഇല്ലെങ്കിൽ എന്താ പറയുക, കുടംപുളി വേണമെങ്കിൽ അല്പം ചേർക്കാം, ഇല്ലെങ്കിൽ വാളംപുളി ചേർക്കാം. എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പോൾ നല്ലപോലെ നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല കൊഴുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണം വെന്ത് വരുമ്പോൾ വെള്ളം ഇറങ്ങി വരും കേട്ടോ. അതുകൊണ്ട് ഇനി കൂടുതൽ വെള്ളം നമ്മളിപ്പോൾ ചേർക്കണ്ട. ഇനി നമുക്ക് 1ാം പാൽ ചേർക്കാനുണ്ടല്ലോ താനും. അപ്പോൾ ഈ ഇതിനകത്ത് കിടന്ന് മീൻ നല്ലപോലെ ഒന്ന് വേവട്ടെ. തീ കുറച്ച് വയ്ക്കണേ.
ഇനി നമ്മൾ ഇത് തവി കൊണ്ട് ഇളക്കരുത്, വെറുതെ ഇങ്ങനെ ചുറ്റിച്ച് കണ്ടോ, ഇങ്ങനെ നമ്മളൊരു തുണി കൂട്ടി പിടിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചാൽ മതി. കാരണം അതിൽ ചിലപ്പോൾ മീൻ ചൂട്ടി പിടിക്കാൻ സാധ്യതയുണ്ടേ. അപ്പോൾ ഇങ്ങനെ 2-3 പ്രാവശ്യം ചുറ്റിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ മീനിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഇത് അപ്പത്തിനോ ചപ്പാത്തിക്കോ ചോറിനോ എല്ലാത്തിനും ഈ കറി മതി കേട്ടോ. നമുക്ക് വേറെ കറിയുടെ ആവശ്യമേ ഇല്ല. നല്ല സൂപ്പർ കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ മീൻകറി ഏതാണ്ട് വെന്തിട്ടുണ്ട്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മുടെ 1-ാം പാൽ എടുത്ത് വെച്ചിട്ടില്ലേ, കണ്ട എണ്ണയൊക്കെ പതുക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അധികം തിളപ്പിക്കേണ്ട, ഒന്ന് ചുറ്റിക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഈ കറി ഒരു 2 മണിക്കൂറിന് ശേഷം 2-3 മണിക്കൂറിന് ശേഷം എടുക്കുന്നതായിരിക്കും നല്ലത്. ഉടനെ അത് മീൻകറി, ഏത് മീൻകറികളും അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മുടെ കറി ഈ ഒരു ഇത്തിരി പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ അടുപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഒന്ന് മൂടി വയ്ക്കുക. ഞാൻ പറഞ്ഞല്ലോ ഇനി നമ്മൾ ചോറുണ്ടാ നേരത്തെ അല്ലെങ്കിൽ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇപ്പോൾ എടുത്താലും കുഴപ്പമില്ല. ആ ഉപ്പും പുളിയും ഒക്കെ നന്നായിട്ടൊന്ന് പിടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ കറി ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കണം. നല്ല കൊഴുപ്പുണ്ട് കേട്ടോ കറിക്ക്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ് ചെയ്യുമ്പോൾ ഒന്ന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓളുന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ആ കറി തുറന്ന് നോക്കിയപ്പോൾ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സുഖമായിട്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ചോറിനകത്ത് ഇച്ചിരി കറി ഒഴിച്ച് ഇത് കഴിക്കാൻ പോവാണേ. നല്ല സൂപ്പർ സ്മെല്ലാണ്. അപ്പോൾ ഈ ചോറിന് ഞാൻ പറഞ്ഞല്ലോ ഈ കറി മാത്രം മതി, ഒരു പപ്പടം ഉണ്ടെങ്കിൽ കുശാലാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.